ശ്രീനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഭക്തപ്രിയ ചക്രപാണേ ശ്രീരാമപത്മാക്ഷ ഹരേ മുരാരേ ശ്രീരംഗനാഥായ നമോ നമസ്തേ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ അഷ്ടസപ്തതിതമോധ്യായഃ. 78ാമത്തെ അധ്യായത്തിൽ നാം 20 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 21 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളാണ്. ബലരാമൻ പല തീർത്ഥങ്ങളും സന്ദർശിച്ച് നൈമിഷാരണ്യത്തിലെത്തി. അവിടെ സത്രം നടക്കുകയായിരുന്നു. സൂതനായ രോമഹർഷണൻ ഒഴിച്ച് ബാക്കി എല്ലാവരും എണീറ്റ് ബലരാമനെ ആദരവോടെ സ്വീകരിച്ച് ഇരുത്തി. രോമഹർഷൻ എണീക്കാത്തത് കണ്ട് കോപിച്ച ബലരാമൻ ദർഭയുടെ അഗ്രം കൊണ്ട് അദ്ദേഹത്തെ വധിച്ചു. അപ്പോൾ ഋഷിമാർ പറഞ്ഞു, അങ്ങ് ബ്രാഹ്മണ വധം ചെയ്തിരിക്കുകയാണ്, അപ്പം അതുകൊണ്ട് പ്രായച്ചിത്തം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ബലരാമൻ ചോദിച്ചു, എന്താണ് പ്രായച്ചിത്തം ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു, അവരുടെ യാഗം മുടക്കുന്ന ബല്വലൻ എന്ന അസുരനെ കൊല്ലണം. അത് കഴിഞ്ഞ് അങ്ങ് 1 വർഷം തീർത്ഥസ്നാനം നടത്തണം എന്ന് പറഞ്ഞു. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. തം ആഗതം അഭിപ്രേത്യ മുനയോ ദീർഘസത്രിണഃ അഭിവന്ദ്യ യഥാ ന്യായം പ്രണമോധ്യായ ചാർച്ചയൻ. തം ആഗതം അഭിപ്രേത്യ മുനയഃ ദീർഘസത്രിണഃ. ദീർഘസത്രിണഃ മുനയഃ. ദീർഘസത്രം ആരംഭിച്ചവരായ മുനികൾ. അതായത് ബലരാമൻ നൈമിഷാരണ്യത്തിൽ പ്രവേശിച്ചു. അതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ അങ്ങനെ നൈമിഷാരണ്യത്തിൽ ബലരാമൻ പ്രവേശിച്ചപ്പോൾ ദീർഘസത്രം ആരംഭിച്ചവരായ മുനികൾ ആഗമിച്ചവനായ തം അവനെ ബലരാമനെ അഭിപ്രേത്യ എതിരേറ്റ് സ്വീകരിച്ചു. അഭിനന്ദിച്ചു, ആദരിച്ച് യഥാന്യായം വിധിപ്രകാരം പ്രണമ്യ നമസ്കരിച്ച് ഉത്ഥായ എല്ലാവരെയും എഴുന്നേറ്റ് അർച്ചയൻ പൂജിക്കുകയും ചെയ്തു. ബലരാമനെ കണ്ടതോടുകൂടി എല്ലാ മുനിമാരും എണീറ്റ് അദ്ദേഹത്തെ വിധിപ്രകാരം പൂജിച്ച് സൽക്കരിച്ചു. തമ്മാഗതം അഭിപ്രേത്യ മുനയോ ദീർഘസത്രിണഃ അഭിനന്ദ്യ യഥാ ന്യായം പ്രണമോത് ഉത്ഥായ ചാർച്ചയൻ. ശ്ലോകം 22. സോ അർച്ചിത സപരീവാര കൃതാസന പരിഗ്രഹ രോമഹർഷണമാസീനം മഹർഷേ ശിക്ഷ്യം ഐഷത. സഹ അർച്ചിതഃ സപരിവാരഃ കൃതാസന പരിഗ്രഹഃ. സപരിവാരഃ പരിവാരങ്ങളോടുകൂടിയും അർച്ചിതഃ പൂജിക്കപ്പെട്ടവനും കൃതാസന പരിഗ്രഹഃ ദർഭ ആസനത്തെ സ്വീകരിച്ചവനുമായ, അതായത് ബലരാമനെ സ്വീകരിച്ച് പൂജിച്ച് ദർഭ ആസനം കൊടുത്ത് ഇരുത്തി. അങ്ങനെയുള്ള സഹ അവൻ ആസീനം ഇരിക്കുന്നവനും ആയ ബലരാമൻ രോമഹർഷണൻ എന്നു പേരുള്ളവനായ മഹർഷിയുടെ ശിഷ്യനെ ഐഷത ഈക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി. അപ്പോൾ രോമഹർഷണൻ എന്നുള്ള മഹർഷിയുടെ ശിഷ്യൻ, മഹർഷി എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യാസ മഹർഷിയുടെ ശിഷ്യനാണ് രോമഹർഷണൻ. വ്യാസമഹർഷിയുടെ ശിഷ്യനായ രോമഹർഷണനെ ഭഗവാൻ ഈക്ഷിച്ചു നോക്കിയപ്പോൾ അയാൾ മാത്രം ഇരിക്കുന്നു. രോമഹർഷണൻ മാത്രം അവിടെ ഇരിക്കുന്നു. സോർച്ചിത പരീവാര കൃതാസന പരിഗ്രഹ രോമഹർഷണമാസീനം മഹർഷേ ശിഷ്യമൈക്ഷത. ശ്ലോകം 23.
ഉത്ഥായിനം സൂതം അകൃതപ്രഹ്വണാഞ്ജലിം അധ്യാസീനം ച താൻ വിപ്രാം ചുഗോപാത് ഉദ്വീക്ഷ്യ മാധവഃ. അപ്രത്യുത്ഥായിനം, ഉത്ഥാനം ഉത്ഥാനം ചെയ്യാത്തവന്, എഴുന്നേൽക്കാത്തവനും. അപ്പോ രോമഹർഷൻ മാത്രം എണീറ്റില്ല. സൂതം അകൃത പ്രഹ്വണാഞ്ജലി, നമസ്കാരത്തെ കൈകൂപ്പാത്തവനും നമസ്കരിക്കാത്തവനും. താൻ വിപ്രാൻ, ആ ബ്രാഹ്മണരെ അപേക്ഷിച്ച് അത്യാസീനം, ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവനുമായ സൂതനെ. അപ്പോൾ അതാരാണ് രോമഹർഷണൻ? സൂതനാണ്. കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് സൂതൻ. സൂതൻ എന്ന് പറഞ്ഞാല് ക്ഷത്രിയന് ബ്രാഹ്മണ സ്ത്രീയില് ഉണ്ടായ മകനെയാണ് സൂതൻ എന്ന് പറയുന്നത്. അപ്പൊ സൂതന്മാർക്ക് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാനേ അധികാരമുള്ളൂ, അവർക്ക് യാഗം ചെയ്യാനൊന്നും അധികാരമില്ല. അപ്പൊ അവരെ വിളിക്കുന്നത് സൂതൻ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സൂതനെ ഉദ്വീഷ്യ നോക്കി മാധവ, ബലരാമൻ കോപിച്ചു. അപ്പൊ തന്നെ കണ്ടിട്ട് എണീക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാത്ത വ്യാസശിഷ്യനായ ആ രോമഹർഷണൻ സൂതനെ ബലരാമൻ നോക്കി. ബലരാമന് ദേഷ്യം വന്നു. ബാക്കിയുള്ള ബ്രാഹ്മണരെല്ലാം എണീറ്റു. പക്ഷേ ഇയാൾ മാത്രം ഉയർന്ന സ്ഥാനത്തിൽ, കഥ പറയുന്ന ആളാണല്ലോ, അപ്പൊ ഉയർന്ന സ്ഥാനത്തിൽ ഇരിക്കുന്ന ആ രോമഹർഷണനെ കണ്ട് ബലരാമൻ കോപിച്ചു. അപ്രത്യുത്ഥായിനം സൂതം അകൃതപ്രഹ്വണാഞ്ജലിം അധ്യാസീനം ച താൻ വിപ്രാൻ ചുഗോപോ ഉദ്വീഷ്യ മാധവഃ. ശ്ലോകം 24. യസ്മാദ് അസാവിമാൻ വിപ്രാൻ അധ്യാസ്തേ പ്രതിലോമജ ധർമ്മപാലാൻ തദൈവസ്മാൻ വദമർഹതി ദുർമതിഃ. യസ്മാദ് അസാവിമാൻ, സന്ധി വിച്ഛേദിക്കുമ്പോൾ യസ്മാദ് അസൗ ഇമാൻ, യസ്മാദ് അസൗ ഇമാൻ ചേർത്ത് യസ്മാദസാവിമാൻ വിപ്രാൻ അധ്യാസ്തേ പ്രതിലോമജഃ ധർമ്മപാലാൻ തഥൈവ അസ്മാൻ വധം അർഹതി ദുർമതിഃ. യസ്മാത്, യാതൊന്ന് ഹേതുവായിട്ട് ദുർമതിഹി ദുർബുദ്ധിയായ പ്രതിലോമജ, പ്രതിലോമത്വേന ജനിച്ച, അതായത് ഇയാള് ബ്രാഹ്മണനേക്കാൾ താണവനാണ്, അതുകൊണ്ട് പ്രതിലോമജൻ എന്നാണ് പറയുന്നത്. അതായത് ക്ഷത്രിയന് ബ്രാഹ്മണ സ്ത്രീയിൽ ഉണ്ടായ മകനാണ്. അപ്പൊ അതുകൊണ്ട് ശരിക്ക് ബ്രാഹ്മണരെ കൂട്ടത്തിൽ കൂട്ടുകയില്ല, ബ്രാഹ്മണരേക്കാൾ താണവനായിട്ടാണ് കരുതുന്നത്. കാരണം ക്ഷത്രിയനാണ്, അച്ഛൻ ക്ഷത്രിയനാണ്, അപ്പൊ ബ്രാഹ്മണരേക്കാൾ താണവനാണ്, അതുകൊണ്ട് പ്രതിലോമജനാകുന്നു. അസൗ, ഇവൻ ധർമ്മപാലാൻ, ധർമ്മത്തെ രക്ഷിക്കുന്ന ഇവാൻ വിപ്രാൻ, ഈ ബ്രാഹ്മണരെയും തഥായേവ അതേ പ്രകാരം അസ്മാൻ നമ്മെയും അത്യാസ്തേ അധിവസിക്കുകയാണോ. അപ്പൊ ഈ ഉന്നത സ്ഥാനത്തിലുള്ള ഈ ബ്രാഹ്മണരേക്കാൾ ഇവൻ ഉയർന്നിരിക്കുന്നവനാണോ, അതുപോലെ തന്നെ ഇവൻ എന്നേക്കാളും ഉയർന്നവനാണോ. തസ്മാത്, അതുകൊണ്ട് വധത്തെ അർഹിക്കുന്നു, അതുകൊണ്ട് ഇവൻ മരണത്തെ അർഹിക്കുകയാണ്. ഇപ്പൊ ബ്രാഹ്മണരെക്കാൾ ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നു, എന്നെ കണ്ടിട്ട് എണീറ്റില്ല, ബ്രാഹ്മണർ എണീറ്റ് നിൽക്കുന്നു, അപ്പൊ ഇവന് അഹങ്കാരമല്ലേ, അപ്പൊ ഇവൻ ദുർമതിയാണ്. ദുർമതി എന്ന് വെച്ചാൽ അഹങ്കാരി, ദുർബുദ്ധിയാണ്, അപ്പൊ ഇവൻ മരണം അർഹിക്കുകയാണ് എന്ന് ആര് പറഞ്ഞു? ബലരാമൻ പറഞ്ഞു. യസ്മാദസാവിമാൻ വിപ്രാൻ അത്യാസ്തേ പ്രതിലോമജ ധർമ്മപാലാൻ തഥൈവാസ്മാൻ വധമർഹതി ദുർമതിഃ. ശ്ലോകം 25. ഋഷേർഭഗവതോ ഭൂത്വാ ശിഷ്യോധീത്യ ബഹൂനി ച സേതിഹാസ പുരാണാനി ധർമ്മശാസ്ത്രാണി സർവശഃ. ഋഷേർ ഭഗവതഃ ഭൂത്വാ ശിഷ്യഃ അധീത്യ ബഹൂനി ച സ ഇതിഹാസ പുരാണാനി ധർമ്മശാസ്ത്രാണി സർവശഃ.
ഭഗവതഃ ഭഗവാൻ ഇരിക്കുന്ന ഋഷിയുടെ ശിഷ്യനായി ഭൂത്വ ഭവിച്ചിട്ട് സ ഇതിഹാസ പുരാണാനി ഇതിഹാസങ്ങളോടും പുരാണങ്ങളെയും ബഹൂനി ധർമ്മശാസ്ത്രാണി ധാരാളം ബഹുക്കളായ ധർമ്മശാസ്ത്രങ്ങളെയും സർവശഃ മുഴുവൻ അതീത്യ ഇവൻ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവൻ ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാ ധർമ്മശാസ്ത്രങ്ങളും പഠിച്ചിരിക്കുകയാണ്. എന്നിട്ടും ഇവൻ അറിവില്ലാതിരിക്കുകയാണോ, ഇവൻ അറിവില്ലാത്തവനാണോ എന്ന് ചോദിക്കുകയാണ്. ഋഷേർ ഭഗവതോ ഭൂത്വ ശിഷ്യോദീത്യ ബഹൂനി ച സേതിഹാസ പുരാണാനി ധർമ്മശാസ്ത്രാണി സർവശാം. അതും ഇവൻ ആരാണ്? വ്യാസമഹർഷിയുടെ ശിഷ്യനാണ്. വ്യാസമഹർഷി എല്ലാ പുരാണങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം ഇവന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. വ്യാസമഹർഷി ഇതെല്ലാം അവൻ പഠിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവന് ഈ ബ്രാഹ്മണരെയും എന്നെയും ബഹുമാനിക്കാൻ സാധിക്കാതിരിക്കുമോ? അതുകൊണ്ട് ഇവൻ വദാർഹൻ തന്നെയാണ്. ശ്ലോകം 26. അതാന്തസ്യ അവനീതസ്യ വൃഥാ പണ്ഡിതമാനിനഃ ന ഗുണായ ഭവതി സ്മ നടസ്യേവ അജിതാത്മനഃ. അതാന്തസ്യ അവിനീതസ്യ അതാന്തസ്യ ഇവൻ അടക്കമില്ലാത്തവനാണ്. അവിനീതസ്യ വിനയമില്ലാത്തവനാണ്. വ്യക്തമായിട്ട് പണ്ഡിതമാനിന പണ്ഡിതനെന്ന് നടിക്കുന്നവനാണ്. അജിതാത്മനഃ മനോജയമില്ലാത്തവനാണ്. നടസ്യൈവ നടൻ എന്ന പോലെ ഗുണായ ഗുണത്തിനായിക്കൊണ്ട് ന ഭവന്തി സ്മ ഭവിക്കുന്നുമില്ല. ആശ്ചര്യം തന്നെ. അപ്പൊ ഇവൻ വ്യാസനിൽ നിന്ന് എല്ലാ ധർമ്മശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടും വേഷം കെട്ടിയ ഒരു കളിക്കാരൻ എന്ന പോലെ ഇവൻ അഭിനയിക്കുകയാണ്. അല്ലാതെ ഇവന് പണ്ഡിതനെന്ന് നടിക്കുന്നവനാണ്. പണ്ഡിതമാനിന അജിതാത്മന മനോജയം ഇല്ലാത്തവനാണ്. നടസ്യൈവ നടൻ എന്ന പോലെ ഗുണായ ഗുണത്തിനായിക്കൊണ്ട് ന ഭവന്തി സ്മ ഭവിക്കുന്നുമില്ല. അപ്പൊ ഇവൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും ഇവന് ഒരു അറിവും ഇല്ല. അത് ഇപ്പോഴുള്ളവർക്ക് എങ്ങനെ ആണല്ലോ അല്ലേ? ഇപ്പൊ കലികാലമാണല്ലോ. കലികാലം വരുമ്പോൾ നമ്മളിലുള്ളവർക്കൊക്കെ ഇതുപോലെ തന്നെ കുറെ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ ഗുരുവിനെ ഒന്നും ആരും മാനിക്കാറില്ല അല്ലേ? കുറെ പേര് അങ്ങനെയാണ്. ഗുരുക്കന്മാരെ മാനിക്കില്ല. പഠിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ തന്നെ വലിയവർ എന്ന് വിചാരിക്കും. അതുപോലെ ഇവനും എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ മറ്റുള്ളവരെ ആദരിക്കാൻ ഇവൻ പഠിച്ചിട്ടില്ല. അപ്പൊ അവൻ വിനയമില്ലാത്തവനാണ്. പണ്ഡിതനെന്ന് അഭിമാനിക്കുകയാണ്. എല്ലാം പഠിച്ചു ഞാൻ, ഇനിയിപ്പോൾ ഞാൻ ആരെ ആദരിക്കണം എന്നുള്ള രീതിയാണ് ഇവൻ്റേത്. അതാന്തസ്യ അവിനീതസ്യ വൃഥാ പണ്ഡിതമാനിനഃ ന ഗുണായ ഭവന്തി സ്മ നടസ്യേവാജിതാത്മനഃ. ശ്ലോകം 27. ഏതദർത്ഥോ ഹി ലോകേസ്മിൻ അവതാരോ മയാ കൃതഃ വധ്യമേ ധർമ്മധ്വജിന സ്തേഹി പാതകിനോധിയാക. ഏതദർത്ഥേ ഇതാകുന്ന പ്രയോജനത്തോട് കൂടാത്തതായിട്ട്. അപ്പൊ ലോകമര്യാദയെ അതിക്രമിച്ച് നടക്കുന്നവനാണ്. അപ്പൊ ലോകമര്യാദ നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിൽ അവതരിച്ചിരിക്കുന്നത്. അസ്മിൻ ലോക ഈ ലോകത്തിൽ മയ എന്നാൽ അവതാരം. അപ്പൊ ഞാൻ എന്തിനാണ് അവതരിച്ചിരിക്കുന്നത്? ഏതദർത്ഥ ഇതാകുന്ന പ്രയോജനം, അതായത് ലോകത്തിൽ ധർമ്മത്തെ പാലിക്കാൻ വേണ്ടിയാണ്. എപ്പോൾ അധർമ്മം ഉണ്ടാകുമോ അപ്പോൾ ഭഗവാൻ അവതരിക്കും. അവതാരം കൃത ചെയ്യപ്പെട്ടു. അപ്പൊ ഇവനെ പോലെയുള്ള ദുർമാർഗികൾ ഉണ്ടാകുമ്പോൾ ഭഗവാൻ അവതരിക്കും. ധർമ്മ ധ്വജിനക ധർമ്മവേഷം കെട്ടി നടക്കുന്നവർ എന്നാൽ വധ്യാഹ വധിക്കപ്പെടാൻ യോഗ്യരാകുന്നു. അപ്പൊ അധർമ്മം ഉണ്ടാകുമ്പോൾ ഭഗവാൻ അവതരിച്ച് അധർമ്മികളെ ഇല്ലാതാക്കുന്നു. അവർ അധികാപാതകിന കഠിന പാപികളാകുന്നു. ഈ നിശ്ചയം. അപ്പൊ ലോക മര്യാദയെ അവൻ അതിക്രമിച്ച് നടക്കുന്നു. അപ്പൊ നിനക്ക് ഒരു കുഴപ്പമില്ല അല്ലേ?
അപ്പോൾ നീ എന്തിനായി ക്രോധിക്കുന്നു എന്ന് ചോദിക്കുന്നുവെങ്കിൽ അതിന് സമാധാനമാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? അധർമ്മത്തിന് ഉയർച്ചയും ധർമ്മത്തിന് കോട്ടവും ഉണ്ടാകുമ്പോൾ ഭഗവാൻ അവതരിക്കുന്നു. അപ്പൊ ഈ വേഷം കെട്ടി നടക്കുന്നവരെ വധിക്കാൻ വേണ്ടിയാണ് എന്നെ പോലെയുള്ളവർ അവതാരമെടുത്തിരിക്കുന്നത്. ഏതർത്ഥോ ഹി ലോകേസ്മിൻ അവതാരോ മയാകൃത വധ്യേമേ ധർമ്മധ്വജിന തേകിപാതകിനോദികാം. ശ്ലോകം 28. ഏതാവത് ഉക്ത്വാ ഭഗവാൻ നിവൃത്തോ അസത് വധാദപി ഭാവിത്വാ തം കുശാഗ്രേണ കരസ്ഥേന അഹനത് പ്രഭു. ഏതാവത് ഉക്ത്വാ ഭഗവൻ നിവൃത്തഃ അസത് വധാത് അപി. അസത് വധാത്, അസത്തുക്കളുടെ വധത്തിൽ നിന്ന് നിവൃത്താപി, നിവർത്തിച്ചവനാകുന്നുവെങ്കിലും, അതായത് ഭഗവാൻ സർവജ്ഞനാണ്, ഐശ്വര്യാദിപൂർണനാണ്. പക്ഷെ ഈ വിധം ശോഭിക്കാൻ പാടില്ല. വിശേഷിച്ചിപ്പോ തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞു വരികയില്ലേ. അപ്പോ ഈ ക്രൂരകർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. എങ്കിലും ഭാവിക്കാനുള്ളതിന്റെ ശക്തി ഹേതുവായിട്ട് ഭഗവാൻ ജ്ഞാനപൂർണനായ പ്രഭു സർവജ്ഞൻ ഏതാവത് ഇത്രമാത്രം ഉക്ത്വ പറഞ്ഞിട്ട് കരസ്ഥേന കയ്യിലുള്ള കുശാഗ്രേണ ദർഭയുടെ അഗ്രത്താൽ തം അവനെ അഹനത് ഹനിച്ചു, കൊന്നു. അപ്പോൾ സൂതൻ നിർദോഷിയാണ്, നിരപരാധിയാണെന്ന് അറിയാൻ ഭഗവാൻ ശക്തനാണ്. എന്നിരിക്കുകയും ഈ വിധം ഭഗവാൻ പ്രവർത്തിച്ചു. കാരണം വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. ദർഭാഗ്രഹം കൊണ്ട് ഭഗവാനെ ഹനിക്കാൻ പറ്റുമോ? ഭഗവാനായതുകൊണ്ട് ഹനിക്കാൻ പറ്റും. നമുക്കാണെങ്കിൽ പറ്റുമോ? ദർഭയുടെ ആഗ്രഹം കൊണ്ട് ഒരാളെ കൊല്ലാൻ പറ്റുമോ എന്ന് വിചാരിച്ച് നമ്മൾ അതിൽ അതിശയിക്കേണ്ട. ഭഗവാന് സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. ഭഗവാന്റെ നോട്ടം മതി ആളുകളെ കൊല്ലാൻ. അപ്പൊ ഇവിടെ ദർഭാഗ്രഹം കൊണ്ട് കൊന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ സംശയമൊന്നും പ്രകടിപ്പിക്കേണ്ട. കാരണം ഭഗവാന് അത് സാധിക്കും. അപ്പൊ ശരിക്കും തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ ഭഗവാൻ ഇങ്ങനെ ഇപ്രകാരം ദേഷ്യം വരേണ്ടതില്ല. പക്ഷേ വരാനുള്ളത് വഴി തങ്ങില്ല. ഇവിടെ ഈ സൂതൻ ഇവിടെ വധിക്കപ്പെടുക തന്നെ ചെയ്യണം. കാരണം എന്താണ്? മറ്റുള്ളവരെ ഇത് ഭഗവാനെ ധരിപ്പിക്കണം. മഹാന്മാർ വരുമ്പോൾ എണീക്കേണ്ടതാണ്, മറ്റുള്ളവരെ ആദരിക്കേണ്ടതാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കാനും കൂടിയാണ് ഭഗവാൻ ഇത് ചെയ്തത്. ഏതാവതുക്ത്വാ ഭഗവാൻ നിവൃത്തോ അസത് വധാദപി ഭാവയിത്വാ തം കുശാഗ്രേ കരസ്ഥേനാഹനത് പ്രഭു. ശ്ലോകം 29. ഹാഹേതിവാദിന സർവേ മുനയ ഖിന്ന മാനസാഹ ഊജു സംഘർഷണം ദേവം അധർമ്മസ്തേ കൃത പ്രഭോ. ഹാഹ ഇതി വാദിനഹ സർവേ മുനയഹ ഖിന്ന മാനസഹ. അപ്പൊ മുനിമാരൊക്കെ എന്ത് ചെയ്തു? ഖിന്ന മാനസ, പ്രയാസമുള്ള മനസ്സോടുകൂടി, ദുഃഖിച്ച മനസ്സോടുകൂടിയവരായ സർവേ മുനയ, എല്ലാ മുനിമാരും ഹാഹാ ഇതി വാദിനഹ, ഹാഹാ എന്ന് പറഞ്ഞു. യോ കഷ്ടം, ഹഹാ ഹാഹ. കാരണം ആരാണ്? സൂതനാണ്. ഇവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ബ്രഹ്മസ്ഥാനത്തിരിക്കുന്നവനാണ്. പ്രഭോ, ഹേ പ്രഭോ ആയുള്ളവനെ, തേ അങ്ങയാൽ അധർമ്മം കൃതഹ ചെയ്യപ്പെട്ടു എന്ന് സംഘർഷണം ദേവം ബലരാമനോട് ഊജു പറഞ്ഞു. അപ്പം മുനിമാര് പറഞ്ഞു, അങ്ങ് ചെയ്തത് ഇത് ധർമ്മമല്ല എന്ന് പറഞ്ഞു. അങ്ങയുടെ പ്രവൃത്തി അധർമ്മമായി പോയി എന്ന് മുനിമാർ പറഞ്ഞു. ശ്ലോകം 29. ആഹേതിവാദിന സർവേ മുനയ ഖിന്ന മാനസാഹ ഊജു സംഘർഷണം ദേവം അധർമ്മസ്തേ കൃത പ്രഭോ. ശ്ലോകം 30. അസ്യ ബ്രഹ്മാസനം ദത്തം അസ്മാദ്ഭിർയതു നന്ദന ആത്മക്ലമം താവത് യാവത് സത്രം സമാപ്യത. അത് അധർമ്മമാണെന്ന് മുനിമാർ പറയാൻ കാരണമാണ് പറയുന്നത്. അസ്യ ബ്രഹ്മാസനം ദത്ത അസ്മാഭിർ യതു നന്ദനഃ. അല്ലയോ യതിശ്രേഷ്ഠ, അസ്യ ഇവന് ബ്രഹ്മാസനം ദത്ത അസ്മാഭിർ, ഞങ്ങളാൽ ബ്രഹ്മാസനം
ദത്തം, ദാനം ചെയ്യപ്പെട്ടു. അപ്പൊ ഇവനാണ് ഇവിടെ കഥ പറഞ്ഞു തരുന്നത്. അപ്പൊ ഞങ്ങളെന്ത് ഇവിടെ മഹാസത്രമാണ്. അപ്പം മഹാസത്രം അവസാനിക്കുന്നത് വരെ പുരാണ കഥകൾ ഞങ്ങൾക്ക് ഇവൻ പറഞ്ഞു തരണം. 1000 വർഷം നീണ്ടു നിൽക്കുന്ന സത്രമാണിത്. അപ്പൊ അതുകൊണ്ട് ഈ മഹാസത്രം അവസാനിക്കുന്നതുവരെ ഞങ്ങൾക്ക് പുരാണം കേൾപ്പിച്ചു തരണം. അതുകൊണ്ട് ഇവന് ഞങ്ങള് ബ്രഹ്മാസനം നൽകിയിരിക്കുകയാണ്. മാത്രമല്ല ആയുഷ് ച ആത്മക്ലമം താവത് സത്രം സമാപ്യതേ, യാവത് സമാപ്യതേ സത്രം, ഈ സത്രം യാവത് സമാപ്തി വരെ ആയുസ് ആത്മക്ലമം, ശരീരത്തിന് ക്ഷീണമില്ലായ്മയും ഇവന് ഞങ്ങൾ കൊടുത്തു. അപ്പൊ ഈ സത്രം 1000 വർഷം പറയണ്ടേ സത്രത്തിലിരുന്ന്. അപ്പൊ അവന് ആയുസ് വേണം, അതുപോലെ ആത്മാവിന് ക്ഷീണമില്ലായ്മ വേണം. ഞങ്ങൾ ബ്രഹ്മാസനവും കൊടുത്തിട്ടുണ്ട് അവന്. ബ്രഹ്മസ്ഥാനം അലങ്കരിക്കുന്നവനാണ് ഇവൻ. പിന്നെ സത്രാവസാനം വരെ ദേഹത്തിന് ക്ഷീണമില്ലായ്മ ആയുസ്സും എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ബ്രഹ്മാസനത്തിന് ഇരിക്കുന്നവൻ ആചാര ഉപചാരങ്ങൾ കാണിക്കാൻ അർഹനല്ല. അപ്പൊ ആരെങ്കിലും വന്നാൽ ബ്രഹ്മാസനത്തിൽ ഇരിക്കുന്നവൻ എണീക്കേണ്ട കാര്യമില്ല. അതിൽ ഞങ്ങളുടെ ആജ്ഞ അനുസരിച്ച് അവൻ ബ്രഹ്മപീഠത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇവൻ പുരാണങ്ങളെല്ലാം പഠിച്ചവനുമാണ്, വ്യാസൻ നിന്ന് പഠിച്ചവനുമാണ്. അപ്പൊ ഇവന്റെ വധം എന്ന് പറയുന്നത് അധർമ്മമാണ്. അപ്പൊ അങ്ങ് ഇവനെ വധിച്ചത് അധർമ്മമാണ് എന്ന് മുനിമാരെല്ലാവരും പറഞ്ഞു. അസ്യ ബ്രഹ്മാസനം ദത്ത അസ്മാഭിരേതു നന്ദന ആയുഷ്ടാത്മനം ആത്മാക്ലമം താവത് യാവത് സത്രം സമാപ്യതേ. ശ്ലോകം 31. അജാനദൈവാചരിത സ്ത്വയാ ബ്രഹ്മവധോ യഥാ യോഗേശ്വരസ്യ ഭവതോ നാംനായോ അഭിനിയാമകഃ. അജാനത ഏവ ആചരിതഃ ത്വയാ ബ്രഹ്മവധഃ യഥാ യോഗേശ്വരസ്യ ഭവതഃ നാംന ന ആംനായഃ, നാംനായോ എന്നുള്ളത് വായിക്കുമ്പോൾ ന ആംനായഃ അപി നിയാമയഃ. അജാനത ഏവ, അറിയാത്തവനായിട്ട് തന്നെ ത്വയ അങ്ങയാൽ ബ്രഹ്മവധഃ ബ്രാഹ്മണവധം ആചരിക്കപ്പെട്ടു. അങ്ങ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഈ പരമാർത്ഥം അറിയാതെ തന്നെ അങ്ങ് ബ്രാഹ്മണവധം ചെയ്തു. യോഗേശ്വരനായിരിക്കുന്ന ഭവതഃ അങ്ങയ്ക്ക് ആംനായ അഭി വേദവും നിയാമകം അല്ല. ഈശ്വരനായ അങ്ങയ്ക്ക് പുണ്യപാപ കർമ്മബന്ധം ഉണ്ടാകയില്ല എന്നും ഞങ്ങൾക്കറിയാം. പക്ഷെ എന്നാലും അങ്ങ് ബ്രാഹ്മണവധം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ബ്രാഹ്മണനെ വധിച്ചുകൂടാ എന്ന വേദത്തിലുണ്ട്. അത് അങ്ങയ്ക്ക് സംബന്ധമല്ല. കാരണം അങ്ങ് യോഗേശ്വരനാണ്. യോഗികൾ സ്വേച്ഛയായി എന്ത് ചെയ്താലും അവരെ പുണ്യപാപകർമ്മങ്ങൾ ബാധിക്കുകയില്ല. അങ്ങനെ ഇരിക്കെ യോഗഫലദാതാവായ അങ്ങയെ, അല്ലെങ്കിൽ ഈശ്വരനായ അങ്ങയ്ക്ക് പുണ്യപാപകർമ്മങ്ങൾ ബന്ധം ഉണ്ടാവുകയില്ല എന്നും ഞങ്ങൾക്കറിയാം. അജാനദൈവാചരിത ത്വയാ ബ്രഹ്മവധോ യഥാ യോഗേശ്വരസ്യ ഭവതോ നാംനായോപി നിയാമകഃ. ശ്ലോകം 32. യദേതത് ബ്രഹ്മഹത്യായ പാവനം ലോകപാവന ചരിഷ്യതി ഭവാൻ ലോക സംഗ്രഹോ അനന്യചോദിതഃ. യദി ബ്രഹ്മഹത്യായാഃ പാവനം ലോകപാവന ചരിഷ്യതി ഭവാൻ ലോക സംഗ്രഹഃ അനന്യചോദിതഃ. യതി എങ്കിലും ലോകപാവന ലോകത്തെ പരിശുദ്ധം ആക്കുന്നവനെ ഭവാൻ അങ്ങ് അനന്യചോദിത അന്യനാൽ പ്രേരിപ്പിക്കപ്പെടാത്തവനായിട്ട് ഏതത് ബ്രഹ്മഹത്യ ഈ ബ്രാഹ്മണപദത്തിന് പാവനം ശുദ്ധികരമായ കർമ്മത്തെ ചരിഷ്യതി
യതി ചെയ്യുന്നതായാൽ ലോകസംഗ്രഹ ലോക രക്ഷകയാകുന്നു. അപ്പൊ അങ്ങക്ക് പ്രായച്ചിത്തത്തിന്റെ ആവശ്യമില്ല എങ്കിലും അങ്ങ് അന്യപ്രേരണ കൂടാതെ സ്വയമേവ അങ്ങ് ചെയ്താൽ ഈ ലോകം ഈ വിധം നിന്ദ്യകർമ്മം ചെയ്യുകയില്ല. അതായത് യദ് ആചരതി ശ്രേഷ്ഠ തത്തത് ഇതരോജന എന്ന് ഭഗവാൻ ഗീതയിൽ പറയും. ശ്രേഷ്ഠന്മാർ എന്ത് ആചരിക്കുന്നുവോ അതനുസരിച്ചാണ് മറ്റുള്ളവരും ചെയ്യുന്നത്. അപ്പൊ അങ്ങ് ഇങ്ങനെ ചെയ്തപ്പോൾ അങ്ങക്ക് യഥാർത്ഥത്തില് പ്രായശ്ചിത്തം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങ് ഇത് ആചരിച്ചാൽ അതനുസരിച്ച് മറ്റുള്ളവരും ഇതുപോലെ പ്രായശ്ചിത്തം ചെയ്യും. അതുകൊണ്ട് അങ്ങ് പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് മുനിമാർ പറഞ്ഞു. യദ്യതേതദ് ബ്രഹ്മഹത്യായ പാവനം ലോക പാവന ചരിഷ്യതി ഭവാൻ ലോക സംഗ്രഹോ അനന്യചോദിതഃ. ശ്ലോകം 33. ശ്രീ ഭഗവാനുവാച കരിഷ്യേ വധ നിർവേശം ലോകാനുഗ്രഹ കാമ്യയാ നിയമപ്രഥമേ കൽപ്പേ യാവാൻ സതു വിധീയതാം. അപ്പൊ ഭഗവാൻ ബലരാമൻ പറയുകയാണ്, കരിഷ്യേ വധ നിർവേശം ലോകാനുഗ്രഹ കാമ്യയാ, ലോക അനുഗ്രഹത്തിനുള്ള കാംക്ഷയാൽ വധനിർവേശം വധത്തിന് വേണ്ട പ്രായച്ചിത്തം കരിഷ്യേ ഞാൻ ചെയ്യാം. അപ്പൊ ലോകത്തിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രായച്ചിത്തം ചെയ്യാം. പ്രഥമേ കൽപ്പേ ഒന്നാം പക്ഷത്തിൽ യാവാൻ നിയമ യാതൊരു നിയമമോ സതു അത് തന്നെ വിധീയതാം വിധിക്കുവിൻ. അപ്പോൾ ഉത്തമ വിധി പ്രകാരം ഏത് നിയമമാണോ ഞാൻ ചെയ്ത പാപത്തിന് പ്രായച്ചിത്തം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ വിധിക്കുക, ഞാനത് ചെയ്യാം എന്ന് ഭഗവാൻ ബലരാമൻ പറഞ്ഞു. ശ്രീ ഭഗവാനുവാച കരിഷ്യേ വധ നിർവേശം ലോകാനുഗ്രഹ കാമ്യയാ നിയമപ്രഥമോ കൽപ്പേ യാവാൻ സതു വിധീയതാം. ശ്ലോകം 34. ദീർഘമായുർബദൈതസ്യ സത്വമിന്ദ്രിയമേവ ച ആശാസിതം യത്തത് ബ്രൂത സാധയേ യോഗമായയാം. ദീർഘം ആയുർബദ ഏതസ്യ ബദ ഹേ ഏതസ്യ ഇവന് ദീർഘമായ ആയുസ് സത്വം ബലം ഇന്ദ്രിയം ച സാമർത്ഥ്യം ആശാസിതം അപേക്ഷിതം യത് യാതൊന്നോ ബ്രൂത പറഞ്ഞാലും യോഗമായ കൊണ്ട് അതിനെ സാധയെ സാധിപ്പിക്കുന്നു. അപ്പൊ ഭഗവാൻ പറയാണ്, പ്രായച്ചിത്തം ഞാൻ ചെയ്യാന്ന് മാത്രമല്ല, ഹേ മുനികളെ, ഇവന് ദീർഘായുസ് ദേഹബലം പ്രവൃത്തി സാമർത്ഥ്യം എന്ന് വേണ്ട ഏതൊന്നുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ഞാൻ ചെയ്യാം. യോഗമായ ബലത്താൽ ഞാൻ എല്ലാം സാധിപ്പിച്ചു തരാം. ദീർഘമായുർബദൈ ഏതസ്യ സത്വമിന്ദ്രിയമേവ ച ആശാസിതം യത്തത് ബ്രൂത സാധയേ യോഗമായയാം. ശ്ലോകം 35. ഋഷയ ഊജു അസ്ത്രസ്യ തവ വീര്യസ്യ മൃത്യോരസ്മാകമേവ ച യഥാ ഭവേത് വചഃ സത്യം തഥാ രാമാ വിധീയതാം. അപ്പൊ രാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഋഷിമാർ പറയുകയാണ്, ഋഷയഃ ഊജു അസ്ത്രത്തിനും തവ വീര്യസ്യ അങ്ങയുടെ വീര്യത്തിനും മൃത്യോർ അസ്മാകമേവച മൃത്യോഹോ മരണത്തിനും യഥാസത്യം ഭവേ ഏത് വിധമായാൽ സത്യം ഭവിക്കുമോ, അങ്ങയുടെ അസ്ത്രത്തിനും വീര്യത്തിനും മൃത്യുവിനും അങ്ങയുടെ വാക്കിനും ഏത് വിധമായാൽ സത്യം ഭവിക്കുമോ, അസ്മാകം ഞങ്ങളുടെ വചഹ വാക്കും സത്യമാകുമോ, രാമ ഹേ രാമ തഥ അങ്ങനെ വിധീയതാം ചെയ്യപ്പെടണം. അപ്പൊ അങ്ങയുടെ അസ്ത്രത്തിനും വീര്യത്തിനും മൃത്യുവിനും ഞങ്ങളുടെ വാക്കിനും വ്യർത്ഥത വരാത്തക്ക വിധം വേണ്ടുന്നത് പ്രവർത്തിക്കണം. അപ്പൊ അങ്ങ് ചെയ്തതും ശരിയാവണം, ഞങ്ങളുടെ വാക്കും ശരിയാകണം, അതിന് തക്കവണ്ണം അങ്ങ് പ്രവർത്തിക്കുക. ഋഷയ ഊജു അസ്ത്രസ്യ തവ വീര്യസ്യ മൃത്യോരസ്മാകമേവ ച യഥാ ഭവേത് വചഃ സത്യം തഥാ രാമ വിധീയതാം. അപ്പൊ ഇനി ശ്രീ ഭഗവാൻ പറയാണ്, ശ്രീ ഭഗവാൻ വാച ശ്ലോകം 36. ആത്മാ വൈ പുത്ര ഉത്പന്ന ഇതി ദേവാനുശാസനം തസ്മാദത്യസ ഭവേത് ഭക്ത
ആയുറിന്ദ്രിയ സത്വവാൻ. ഭഗവാൻ പറയാണ് ആത്മാവൈ പുത്ര ഉൽപ്പന്ന. ആത്മാവ് തന്നെ പുത്രനായിട്ട് ഉത്ഭവിച്ചവനാകുന്നു. അപ്പോ ഭഗവാൻ എന്തായാലും രോമഹർഷണനെ വധിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവന് ജീവൻ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഭഗവാൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ ആ ഒരാളിന്റെ ആത്മാവാണ് പുത്രനായി ജനിക്കുന്നു എന്നാണ് പറയുന്നത്. ആത്മാവ് തന്നെ പുത്രനായി ജനിക്കുന്നു. ആത്മാവായി പുത്രനാം ആസി എന്ന് വേദത്തിൽ പറയും. ഇത് എന്ന് വേദാനുശാസനം, വേദവാക്യമാണ്. തസ്മാത് അത് ഹേതുവായിട്ട് തസ്യ ഇവന്റെ പുത്രൻ ഭക്താവും ഇന്ദ്രിയ സത്വവാൻ ആയുസ് സാമർത്ഥ്യം ബലം എന്നിവ ഉള്ളവനായി ഭവിക്കും. അപ്പൊ രോമഹർഷണൻ എന്തായാലും മരിച്ചല്ലോ. അപ്പൊ അവന്റെ ആത്മാവാണ് പുത്രനായി ജനിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഇവന്റെ പുത്രൻ തന്നെ, ഇവന്റെ പുത്രനാണ് ഉഗ്രസ്രവസ്. അപ്പൊ ഉഗ്രസ്രവസ് അടുത്ത സൂതനാവട്ടെ. അപ്പൊ അവന് ആയുസ് സാമർത്ഥ്യവും ബലവും എല്ലാം ഉണ്ടാകും എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഇനി സൂതനായിട്ട് ഇവന്റെ മകനായ രോമഹർഷണൻ മരിച്ചല്ലോ. അപ്പൊ അവന്റെ മകനായ ഉഗ്രസ്രവസ് സൂതനാകട്ടെ. അവന് വേണ്ട ആത്മബലവും ആയുസ്സും എല്ലാം ഞാനിതാ നൽകുന്നു. ആത്മാവൈ പുത്ര ഉത്പന്ന ഇത് വേദാനുശാസനം തസ്മാദസ്യ ഭവേത് ഭക്ത ആയുരിന്ദ്രിയ സത്വവാൻ. ശ്ലോകം 37. കിം വാ കാമോ മുനിശ്രേഷ്ഠ ബ്രൂതാഹം കരവാണ്യഥ അജാനതസ്തു അപജതീം യഥാ മേ ചിന്ത്യതാം ബുധാഹ. കിം വഹ കാമഹ മുനിശ്രേഷ്ഠ. ഹേ മുനിശ്രേഷ്ഠന്മാരെ, വഹ നിങ്ങളുടെ കാമഹ ആഗ്രഹം കിം എന്താകുന്നു? അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പറയുക. ബ്രൂത പറയൂ. അതാ അനന്തരം അഹം ഞാൻ കരവാണി ചെയ്യുന്നു. അപ്പൊ ഇനി ഞാൻ എന്താണ് പ്രായച്ചിത്തം ചെയ്യേണ്ടത് നിങ്ങൾ പറയുക. അപജതിയും പ്രായച്ചിത്തത്തെ യഥാ അജാനത വേണ്ടും വിധം അറിയാത്ത മേ എനിക്കായിക്കൊണ്ട് ബുധ ഹേ പണ്ഡിതന്മാരെ ചിന്തിക്കുവിൻ. അപ്പൊ നിങ്ങൾ എന്താണ് ഞാൻ പ്രായച്ചിത്തം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പറയുക. പ്രായച്ചിത്തവിധി നിങ്ങൾ ഏതുവിധം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ നന്നായി അറിയുന്നല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ അത് എനിക്ക് വേണ്ടി പറഞ്ഞു തരിക. അതനുസരിച്ച് ഞാൻ പ്രായച്ചിത്തം ചെയ്യാം. കിംവാ കാമോ മുനിശ്രേഷ്ഠ ബ്രൂതാഹം കരവാണ്യഥ അജാനതസ്തു അപജതിം യഥാമേ ചിന്ത്യതാം ബുധാഹ. ഋഷയ ഊജു. ശ്ലോകം 38. ഇല്വലസ്യ സുതോ ഘോരോ ബെല്ലലോ നാമ ദാനവഃ സദൂഷയതി ന സത്രം ഏത്യ പർവണി. അപ്പൊ ഋഷിമാർ പറയുകയാണ് ഇല്വലൻ എന്റെ സുതഹ പുത്രനും ഘോരഹ ഭയങ്കരനും ബെല്ലുല നാമ ബെല്ലുലൻ എന്നു പേരുള്ളവമായ സഹദാനവ ആ അസുരൻ. അപ്പൊ ഇല്വലൻ എന്ന പേരുള്ള അസുരന്റെ പുത്രനാണ് ബെല്ലുലൻ. അങ്ങനെയുള്ള ആ അസുരൻ പർവണി വാവുകൾ തോറും ഏത്യ ഇവിടെ വന്നിട്ട് നഖ ഞങ്ങളുടെ സത്രത്തെ ദൂഷിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ വന്ന് ഞങ്ങളുടെ യാഗത്തെ അവൻ ഇല്ലാതാക്കുന്നു, ദുഷിപ്പിക്കുന്നു. ആര്? ബെല്ലുലന്റെ പുത്രനായ ഇല്വലൻ എന്ന ദാനവൻ. ഇല്വലസ്യ സുതോ ഘോരോ ബെല്ലുലോ നാമ ദാനവ സദൂഷയതി ന സത്രം ഏത്യ പർവണി. ശ്ലോകം 39. തം പാപം ജഹിദാശാർഹ തന്ന ശുശ്രൂഷണാംബരം പൂയ ശോണിത പിൺമൂത്ര സുര മാംസാഭിവർഷിണം. തം പാപം ജഹി ദാശാർഹ. അല്ലയോ ദാശാർഹ, അവനെ എന്ത് ചെയ്യണം? അവനെ നശിപ്പിക്കണം. ജഹി അങ്ങ് അവനെ കൊന്നാലും. കാരണം എന്താണ്? അവൻ യാഗം ഇല്ലാതാക്കുന്നു. അവൻ യാഗശാലയിൽ വന്ന് എന്ത് ചെയ്യുന്നു? പൂയ ഷോണിത വിൺ മൂത്ര സുരാം മാംസ അഭിവർഷണ.
അവൻ ഈ യാഗത്തില് എന്തൊക്കെ ഇടുന്നു? മജ്ജ, രക്തം, മാംസം, മലം, മൂത്രം, മദ്യം എന്നീ അശുദ്ധ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? യാഗശാലയിൽ വന്ന് ഈ യാഗാഗ്നിയിൽ കൊണ്ട് അവയിടും. രക്തം, മാംസം, മലം, മൂത്രം, മദ്യം ഇതൊക്കെ കൊണ്ടിടും. അങ്ങനെ ഇവയെ വർഷിക്കുന്ന പാപം പാപിഷ്ഠനായ തം അവനെ ദാശാർഹ അല്ലയോ ദാശാർഹ കുലത്തിൽ ജനിച്ച ഉത്തമ ജഹി അങ്ങ് ഹനിച്ചാലും അതിനെ നഖ ഞങ്ങളുടെ പരം ശുശ്രൂഷണം ഞങ്ങൾക്ക് ഏറ്റവും നല്ല അഭീഷ്ടമാണ്. അതാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ട ശുശ്രൂഷ. അല്ലെങ്കിൽ അതാണ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്. അങ്ങനെ ഇങ്ങനെ യാഗത്തെ നശിപ്പിക്കുന്ന ഇവനെ അങ്ങ് കൊല്ലണം എന്ന് പറയുകയാണ്. ശ്ലോകം 39. തം പാപം ജഹിദാശാർഹ തന്ന ശുശ്രൂഷണംബരം പൂയ ശോണിത പിൺമൂത്ര സുരാം മാംസാഭിവർഷണം. ശ്ലോകം 40. തതശ്ച ഭാരതം വർഷം പരീത്യ സുസമാഹിതഃ ചരിത്വാ ദ്വാദശ മാസാം സ്ഥീർത്തസ്നായി വിശുദ്ധ്യതേ. തതഃ ച അപ്പൊ ബില്വലിനെ നശിപ്പിക്കണം. പിന്നെ എന്താണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? തതഃ ച പിന്നെ സുസമാഹിതഃ ദ്വാദശ മാസാൻ ഭക്തിയുക്തനായിട്ട് ദ്വാദശ മാസാൻ 12 മാസം ഭാരതവർഷം ഭാരതവർഷത്തെ പരീത്യ ചുറ്റുക. ഭാരതവർഷം പരീത്യ ഭാരതവർഷത്തെ ചുറ്റി ചരിത്വ സഞ്ചരിച്ചിട്ട് തീർത്ഥസ്നായി തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് വിശുദ്ധസ്യെ ശുദ്ധനായി ഭവിക്കുക. അപ്പൊ അങ്ങ് ബില്വലിനെ വധിച്ച ശേഷം ബല്ലുലനെ വധിച്ച ശേഷം പിന്നെ എന്ത് ചെയ്യണം? ബ്രഹ്മഹത്യ പാപം തീർക്കാൻ വേണ്ടി 12 മാസം ഭാരതവർഷം മുഴുവൻ സഞ്ചരിച്ച് തീർത്ഥസ്നാനം ചെയ്ത് അങ്ങയുടെ പാപം തീർന്ന് അങ്ങ് ശുദ്ധനായി ഭവിക്കും എന്ന് മുനിമാർ പറഞ്ഞു. തതഃ ച ഭാരതം വർഷം പരീത്യ സുസമാഹിതഃ ചരിത്വ ദ്വാദശ മാസാൻ തീർത്ഥസ്നായി വിശുദ്ധ്യസേ. തതശ്ച ഭാരതം വർഷം പരീത്യ സുസമാഹിതഃ ചരിത്വാ ദ്വാദശ മാസാൻ തീർത്ഥസ്നായി വിശുദ്ധ്യസേ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ബലദേവചരിതേ ബല്ലുലവധോ ഉപചക്രമോ നാമ അഷ്ടസപ്തതി തമോധ്യായക സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത് ഹരി ഓം തത്സത് ഹരി ഓം തത്സത്.